രാവിലെ എണീറ്റിൻ്റെ ടെറസിൻ്റെ മുകളിലുള്ള കയറി നിന്നിട്ടുള്ള ഈ ഭംഗിയുള്ള കാഴ്ച കണ്ട് ബുള്ളറ്റും എടുത്ത് ഞാൻ ജിസ്പയിലേക്ക് ഇറങ്ങിയപ്പം പോലീസ് എന്നെ വഴിയിൽ വെച്ച് പിടിക്കും എന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ ഹാവ് യു ബീൻ ഹിയറിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മണാലിയിൽ നിന്നും ജിസ്പ വരെ പോകുന്ന എൻ്റെ കാഴ്ചകളും എൻ്റെ അനുഭവങ്ങളുമാണ് ഈ വീഡിയോയിൽ കൂടി കാണിക്കുന്നത്. നിങ്ങളിതുവരെ ഈ ചാനൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജും കൂടി ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ കാണുന്നത് സോളങ് വാലിയാണ്. മണാലിയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണിത്. മണാലി ടൗണിൽ നിന്ന് 12 കിലോമീറ്റർ ദൂരെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും ഇത് മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഡിസംബർ ആയിരുന്നപ്പോഴത്തേക്ക് ഇങ്ങോട്ട് മഞ്ഞ് വീഴ്ച ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾ വരുവാണെങ്കിൽ ജനുവരി ടു മാർച്ച് ആ ഒരു സമയത്ത് വരുവാണെങ്കിൽ ഇവിടെ നല്ല മഞ്ഞ് കാണാം. അവിടെ നിങ്ങൾക്ക് പാരാഗ്ലൈഡിങ്, റോപ്പ് ക്ലൈമ്പിങ്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ്, അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്. കഴുതപ്പുറത്ത് നിങ്ങൾക്ക് മുകളിലേക്ക് പോവാം, അല്ലെങ്കിൽ അവിടെ ബഗ്ഗീസ് ഉണ്ട്, അത് യൂസ് ചെയ്യാം. ഇവിടെ നിന്നും മുകളിലേക്കുള്ള റോഡ് ശരിക്കും ഇത് അടൽ ടണൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. പണ്ട് അടൽ ടണൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളും മുകളിൽ ലേ റോഡിലേക്ക് പോകാനായിട്ട് റോത്തങ് എന്ന് പറയുന്ന പാസ് ചുറ്റി വേണമായിരുന്നു പോകാനായിട്ട്. ഈ കാഴ്ച ഉണ്ടോ? ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് പുഴ കാണിച്ചു തന്നിരുന്നു. ആ പുഴയുടെ ഒരു ഉത്ഭവസ്ഥാനമാണത്. അവിടെ മണ്ണിടിഞ്ഞ് ഇവിടം തൊട്ട് പ്രളയമുണ്ട്. ആ കാണുന്നതാണ് അടൽ ടണൽ. അവിടെ നല്ല ഭംഗിയുള്ള രീതിയിൽ ഇന്ത്യയുടെ ഒരു കൊടി പാറി പറക്കുന്നുണ്ട്. ഇതാണ് അടൽ ടണൽ. ഏകദേശം 10 കിലോമീറ്ററോളം ദൂരമുണ്ട്. നിങ്ങൾക്കറിയാം, ഇത് ലോകത്തിലെ തന്നെ ഹയസ്റ്റ് മോട്ടറബിൾ ടണലാണ്. ഇവിടെ ഈ ഒരു സമയത്ത് നല്ല എല്ലാ സമയത്തും ഇപ്പം നമുക്ക് ലേയിലേക്ക് കടന്നു പോകാനായിട്ട് ഗവൺമെൻറ് കുറേ 12 വർഷത്തോളം നീണ്ട പണിക്ക് ശേഷം ഹിമാലയത്തിൽ വലിയൊരു തുരങ്കമുണ്ടാക്കി സൃഷ്ടിച്ചെടുത്ത ഒരു അത്ഭുതം തന്നെയാണിത്. ഞാനിത് 3ാമത്തെ പ്രാവശ്യമാണ് ഇതിലേ വരുന്നത്. അടൽ ടണൽ കഴിയുമ്പോൾ തന്നെ ഇങ്ങനൊരു പാലമാണ് നിങ്ങളെ വെൽക്കം ചെയ്യുന്നത്. താഴെ കൂടി ഒഴുകുന്നത് ചന്ദ്രിക നദിയാണ്. ഈ ചന്ദ്രിക നദി ബിയാസ് നദിയുടെ ഒരു കൈവഴിയാണ്. ശരിക്കും ഞാൻ പറഞ്ഞ പോലീസിൻ്റെ പണി ഇവിടെ നിന്നാണ് എനിക്ക് കിട്ടുന്നത്. ഞാനിത് കടന്നു വരുമ്പോഴത്തേക്കും എൻ്റെ ട്രൈപോഡിൽ എൻ്റെ നെഞ്ചത്താണ് ശരിക്കും ഞാൻ ക്യാമറ വെച്ചിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആ പോലീസുകാരൻ എന്നെ കൈ കാണിച്ചു. അപ്പോൾ ഞാൻ അടുത്തേക്ക് ചെന്നു. അപ്പോൾ പറഞ്ഞു, വീഡിയോ എടുക്കുന്നത് ശരിക്കും ഇങ്ങനെ പറ്റില്ല, ഇത് പ്രശ്നമാണ്, നിങ്ങൾ 1500 രൂപ ഇവിടെ ഫൈൻ അടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ശരിക്കും പൈസ തട്ടാനുള്ള ഒരു ചെറിയ മാർഗ്ഗമാണ്. കാരണം അവിടെ കുറേ പേരെ തടഞ്ഞു നിർത്തിയിട്ട് ഇപ്പോൾ വിൻഷീൽഡിൻ്റെ പുറത്തോടെ തലയിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് 1500 രൂപ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എനിക്ക് റെസിപ്റ്റ് തന്നാൽ മതി, എൻ്റെ കയ്യിൽ പൈസ ആയിട്ട് ഇപ്പോൾ 1 രൂപ പോലും ഇല്ല. നിങ്ങളെനിക്ക് റെസിപ്റ്റ് തരുവാണെങ്കിൽ ഞാൻ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ എവിടെയാണോ അടയ്ക്കേണ്ടത് അവിടെ അടച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അത് കേട്ടപ്പോഴത്തേക്ക് അവർ ചെറുതായിട്ടൊന്ന് പതറി. അവരെന്നോട് പറഞ്ഞു, 500 രൂപയെങ്കിലും കയ്യിലുണ്ടാവില്ല, 500 രൂപ കൊടുത്താൽ മതി. പിന്നെ അത് 200 രൂപയായി. അങ്ങനെ 1 രൂപ പോലും കൊടുക്കാതെ ഞാൻ അവിടെ നിന്ന് കടന്നു വന്നു. അതിനുള്ള 2 കാരണം, എനിക്ക് ഭാഷ അത്യാവശ്യം നല്ലപോലെ അറിയാം. അപ്പം ഞാൻ കേരളത്തിൽ നിന്ന് വന്നതാണ് എന്ന് അവർക്ക് തോന്നുന്നുണ്ടായില്ല. എൻ്റെ ഹിന്ദിയുടെ ടോൺ അല്ലെങ്കിൽ ലാംഗ്വേജ് ഞാനൊരു സദനറാണെന്ന് അവർക്ക് തോന്നാത്ത രീതിയിലായിരുന്നു. രണ്ടാമത് ഞാൻ കുറച്ച് ബോൾഡായിട്ടാണ് അവരോട് റിപ്ലൈ ചെയ്തത്. അപ്പം കയ്യിൽ പിടിച്ച് നിങ്ങൾ വീഡിയോ എടുക്കരുതെന്നൊക്കെ പറഞ്ഞ് എന്നെ കുറച്ചേരം ഉപദേശിച്ചിട്ട് പൈസ ഒന്നും മേടിക്കാതെ തന്നെ വിട്ടു. ഞാൻ കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും അവിടെ റിവറിൻ്റെ താഴെയായിട്ട് കുറേ സെറ്റിൽമെൻറ്റും അതേപോലെ മേളിലായിട്ട് ഒരു ചേച്ചി ഒരു വാനിലിരുന്ന് സൂചി വെച്ച് നൂല് തുന്നുന്ന ഞാൻ കണ്ടു. ഇത് കണ്ടോ, ഇതാണ് ആ ചേച്ചി. ആ ചേച്ചിയുടെ പേര് വിപ്രജ എന്നാണ്. ഞാൻ ആ പേര് കേട്ടിട്ട് ഞാനൊന്ന് പതറി. പുള്ളിക്കാരി അവിടുത്തെ ഒരു ലോക്കലൈറ്റാണ്. ആ പേരിൻ്റെ അർത്ഥം എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നല്ലൊരു ചൂട് ചായ കിട്ടുന്നു. 10 രൂപയായിട്ടുള്ളൂ ആ ചായക്ക്. ഇങ്ങനൊരു വ്യൂ കണ്ടുകൊണ്ടിരുന്ന് ഒരു ചായ മുത്തി കുടിക്കുന്നതിൻ്റെ രുചി വേറെ ഒന്ന് തന്നെയാണ്. ഞാൻ ശരിക്കും പൊതുവെ ഒരു ചായ കാപ്പി പേഴ്സൺ അല്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഞാനങ്ങനെ ചായ കുടിക്കുന്ന ഒരാളല്ല. പക്ഷേ ഇതിന് നല്ല രുചി ഉണ്ടായിരുന്നു, നല്ല തണുപ്പുമുണ്ട്. ഒരു സുഖമുള്ളൊരു തണുപ്പത്ത് ചൂട് ചായ കുടിക്കുന്നതിൻ്റെ ഒരു സുഖം വേറെയാണ്. അങ്ങനെ ഞാൻ ബൈക്ക് കടന്ന് നമ്മൾ സിസു എന്ന് പറയുന്നൊരു വില്ലേജ് കടന്നിട്ട് വേണം ജിസ്പയിലേക്ക് പോകാൻ. ഞാൻ പ്രോപ്പർ ജിസ്പ ടൗൺ വരെ എത്തിയില്ല ഇന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് പോകുന്തോറും റോഡ് പിന്നെയും പൊളിഞ്ഞ് കിടക്കുന്നതായിട്ട് കാണാം. പക്ഷേ ഇങ്ങനെ ആകാശം മുട്ടുന്ന മഞ്ഞ് മൂടിയ മലകളും നല്ല റോഡുകളും നമുക്ക് എപ്പോഴും ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് എൻലൈറ്റൻ ചെയ്യുന്ന പോലെ തോന്നും. ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചു, നീ എന്തിനാ 3-4 തവണയായിട്ട് ഈ മണാലി തന്നെ പോകുന്നതെന്ന്. മണാലി എസ്പെഷ്യലി നമുക്ക് മഞ്ഞ് പെട്ടെന്ന് അടുത്ത് കാണാവുന്നൊരു സ്പേസാണ്. രണ്ടാമത് ഇതിൽ വണ്ടി ഓടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. BRO എന്ന് പറയുന്ന ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ, അവരെ തന്നെ വിളിക്കുന്നത് ബ്രോ എന്നാണ്. നമ്മൾ മണാലിയിൽ നിന്ന് കയറി അവിടെ തൊട്ട് ഇനി ലേ തൊട്ട് ശ്രീനഗർ വരെയും
BRO ആണ് ഈ റോഡ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ എന്ത് അപകടങ്ങൾ നടന്നാലും BRO ആണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് മലയുടെ താഴ്വാരങ്ങളിലായിട്ട് പല പല ചെറിയ വില്ലേജ് സെറ്റിൽമെൻറ്റ്സും ഇവിടുത്തെ പഴയ ട്രൈബ്സ് താമസിക്കുന്ന സ്ഥലങ്ങളും ഒക്കെ കാണാനായിട്ട് സാധിക്കും. അവരിവിടെ താമസിക്കുന്നത് നമുക്ക് കാണാൻ ഭയങ്കര ഭംഗിയുണ്ടെങ്കിലും ഇവിടെയുള്ള ആൾക്കാരുടെ ജീവിതം കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ പാടാണ്. മഞ്ഞിടിച്ചിൽ, നല്ല മഞ്ഞുവീഴ്ചയൊക്കെയുള്ള സമയത്തേക്ക് ഇവിടേക്ക് ആൾക്കാർക്ക് എത്തിപ്പെടാൻ പാടാണ്. പിന്നെ ഇവിടെയുള്ളവരുടെ പ്രധാന വരുമാന മാർഗം ഈ വൂളൻ ഡ്രസ്സ് തുന്നുന്നതും അത് വിൽക്കുന്നതും, അതേപോലെ ഇവിടെ ചെറിയ കൃഷികളുണ്ട്, തണുപ്പ് സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന കുറച്ച് കൃഷിയുണ്ട്. അതുകൂടാതെ ടൂറിസവുമാണ്. ടൂറിസ്റ്റുകൾക്ക് അവർക്ക് വേണ്ട സാധനങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഫെസിലിറ്റീസ്, സ്റ്റേ, ഇതൊക്കെ ഒരുക്കി കൊടുത്തുകൊണ്ടാണ് അവരിവിടെ വരുമാനം ഉണ്ടാക്കുന്നത്. അപ്പം ഒരു സീസണിൽ, അതായത് നല്ല മഞ്ഞ് മൂടി ഇങ്ങോട്ടേക്ക് ആൾക്കാർ ഒത്തിരി വരാത്തൊരു സീസണിൽ ഇവിടെ ഉള്ള ആൾക്കാരുടെ ജീവിതം കുറച്ച് കഷ്ടപ്പാടാണ്. എന്നിരുന്നാലും ഇവിടെയുള്ള കാഴ്ചകൾ നമ്മുടെ മനസ്സ് നിറയ്ക്കുന്നതെന്ന് ഞാൻ പറയും. എനിക്ക് പറ്റിയാൽ ഞാൻ പറ്റുന്നത്രോളം പ്രാവശ്യം ഞാൻ പോകും മഞ്ഞുമലകൾ കാണാനായിട്ട്. മലകൾ, മൗണ്ടെയ്ൻസ് എന്നും എൻ്റെ ഹരമാണ്. ഇപ്പം നിങ്ങൾ ഈ കണ്ടു കാണും, റോഡുകൾ പൊളിഞ്ഞു കിടക്കുന്ന കുറച്ച് സ്ഥലമുണ്ട്, വെള്ളം ഒഴുകി പോയേക്കുന്ന, അത് കാരണം റോഡ് ക്രോസ് ചെയ്യാനായിട്ട് പാടുപെടുന്ന സ്ഥലമാണ്. നമുക്ക് ബുള്ളറ്റ് കൊണ്ട് പോകാം. എന്നിരുന്നാലും ഞാൻ കുറച്ച് ദൂരം പോയി, ഒരു 90 കിലോമീറ്റേഴ്സ് അടുപ്പിച്ച് പോയാലാണ് നമുക്ക് ജിസ്പ എത്തുന്നത്. ജിസ്പയുടെ അടുത്ത് വരെ പോയിട്ട് ഞാൻ തിരിച്ചു വന്നു. നിങ്ങൾക്ക് കാണാൻ തിരിച്ച് സിസു എത്തി. ഞാൻ ആ ഗേറ്റാണ് ഈ കാണിക്കുന്നത്. സിസുവിൽ ഞാൻ പണ്ട് ഒരു 4 വർഷം മുമ്പ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം, അബി, ആദി, മുനീർ, ഇവരുടെ ഒപ്പം ഞാൻ പണ്ട് ബൈക്കിന് വന്നിട്ട് ഇവിടെ കയറി കഴിച്ച ഒരു ചെറിയ കടയുണ്ട്. ആ കട ലക്ഷ്യമൊക്കെയാണ് ഞാൻ പോകുന്നത്. എനിക്ക് വിശക്കുന്നുണ്ട്, രാവിലെ ഞാൻ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. അതെന്തുകൊണ്ടാണ് ആ കട എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് അവിടുത്തെ ആ ചേച്ചി ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന മാഗിയും അതേപോലെ അവർ ഞങ്ങളോട് പെരുമാറിയ രീതിയും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതാണ് ആ കട. ഇവിടെ ഇപ്പോൾ ആ ചേട്ടനാണ് കടയിലിരിക്കുന്നത്. അപ്പം ഞാൻ ചേച്ചീനെ പറ്റി ചോദിച്ചു. അപ്പോൾ പുള്ളി ചോദിച്ചു എങ്ങനെയാണ് പരിചയം, ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു 4 വർഷം മുമ്പ് ഞാനവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു ആ ചേച്ചിയുണ്ട്, ചേച്ചിക്ക് വയ്യ, ചേച്ചിക്ക് ക്യാൻസറാണ്, അതുകൊണ്ട് പുള്ളിക്കാരി ഇപ്പോൾ അങ്ങനെ കടയിൽ ഒത്തിരി ഇരിക്കുന്നില്ല. ഇത് ഏകാന്ത് ഢാബ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവഴി എന്തെങ്കിലും പോവുകയാണെങ്കിൽ ഇവിടെ ദയവായി കയറി ഇവിടെ നിന്ന് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ലെങ്കിലും ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് അത്രയും രസമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു മാഗി പറഞ്ഞു, അത് കഴിഞ്ഞൊരു ഓംലേറ്റ് പറഞ്ഞു. ഇവിടുത്തെ ഓംലേറ്റിൽ തക്കാളിയൊക്കെ ഇട്ടാണ് തരുന്നത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളൊന്നാമത് സ്റ്റാർവ് ചെയ്തിരിക്കുമ്പോൾ, അതേപോലെ ഇത്രയും നല്ല വിഷ്വൽ കണ്ട് നമ്മളെന്തെങ്കിലും കഴിക്കുമ്പോഴത്തേക്ക് നല്ല രുചി തോന്നും നമുക്ക് ഭക്ഷണത്തിന്. അങ്ങനെ ഞാൻ തിരിച്ച് അടൽ ടണലിൻ്റെ അടുത്തേക്ക് നീങ്ങുവാണ്. ഇനി നിങ്ങൾ അഥവാ സോളോ ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മണാലിയിൽ സ്റ്റേ ചെയ്യാം. അതല്ലെങ്കിൽ സിസു, ജിസ്പ, ഈ സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾക്ക് ചെറിയ അക്കോമഡേഷൻസ് കിട്ടും. നമ്മൾ കയറ്റം കയറി ഇങ്ങോട്ട് വരുന്തോറും അക്കോമഡേഷൻ്റെ കോസ്റ്റ് കുറച്ച് കൂടുമായിരിക്കും. ഇത് ഞാനിപ്പോൾ തിരിച്ചു വരുന്ന റോഡ്, അതായത് പോയി വരുന്ന റോഡ് നേരെ പോകുന്നത് ലേയിലേക്കാണ്. ഇനി എൻ്റെ അടുത്ത ആഗ്രഹം ഏതെങ്കിലും ഒരു ദിവസം ഇവിടെ നിന്ന്, മണാലിയിൽ നിന്ന് ലേ കടന്ന് കാർഗിൽ വരെ ബൈക്കിന് പോകണം എന്നാണ്. ഈ ഒരു റീജിയനിലുള്ളവർ കൂടുതലും ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്നവരാണ്. കുറേ പേരൊക്കെ ഇവിടെ നമുക്ക് ചെറിയതും വലുതുമായിട്ടുള്ള കുറേ മൊണാസ്ട്രീസൊക്കെ കാണാനായിട്ട് സാധിക്കും. ഒരു വശത്ത് മഞ്ഞ് മൂടിയ മലയും മറുവശത്തേക്ക് മഞ്ഞ് ഇതുവരെ വീണിട്ടില്ലെങ്കിലും നിങ്ങൾ ഒരു ജാൻ ടു ഏപ്രിൽ ആ ഒരു സമയത്ത് വരുവാണെങ്കിൽ 2 സൈഡിൽ നിങ്ങൾക്ക് മഞ്ഞ് കാണാനായിട്ട് സാധിക്കും. ഡിസംബർ ചില സമയങ്ങളിൽ മഞ്ഞ് വീഴ്ച ആദ്യം തുടങ്ങുമ്പോഴത്തേക്കും റോഡ് ശരിക്കും ബ്ലോക്കാവും. എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണാം. കാരണം റോഡിൽ നല്ല പൊടിയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമേ പറഞ്ഞു, ദേവഭൂമി നല്ല പൊടിയുള്ള മണ്ണുള്ള ടൈപ്പുള്ള സ്ഥലമാണ് ഹിമാചൽ പ്രദേശ്. ആ പുഴയുടെ കരയിൽ ആരോ ബിയർ കുടിച്ചിട്ടിട്ട് പോയ കാഴ്ചയാണിത്. ദയവായി നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആവുക. നിങ്ങൾ ലിറ്റർ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഈ പുഴയുടെ കരയിൽ കുറേ നേരം ഇരുന്നു. തിരിച്ച് അടൽ ടണലിൻ്റെ അടുത്തെത്തി. അവിടെ വന്നപ്പോഴും ഒരു ചേച്ചി ചോളവും ചായയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്നും ഒരു ചായ മേടിച്ച് കുടിച്ചു. ഇവിടെ വന്നപ്പോഴത്തേക്കും ചായക്ക് 20 രൂപയായി വില. ഇവിടെയാണ് പൊതുവെ ആൾക്കാർ കുറച്ചുകൂടി തമ്പടിക്കുന്നത്. ഇവിടെ നിന്ന് ഞാൻ കുറച്ച് ദൂരം റോത്തങ്ങിൻ്റെ അങ്ങോട്ട് ഡ്രൈവ് ചെയ്തു. അത് ആ റോഡിലൂടെയാണ്. അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് മുമ്പ് അടൽ ടണൽ വരുന്നതിന് മുമ്പ് ഏത് വഴിയാണ് നിങ്ങൾ ട്രാവൽ ചെയ്തതെന്ന് കാണാനായിട്ട് സാധിക്കും. തിരിച്ചു വരുമ്പോഴത്തേക്കും പിന്നെയും ലിറ്റർ ചെയ്തേക്കുന്ന കുറേ സ്ഥലങ്ങൾ ഞാൻ കണ്ടു. ശരിക്കും മണാലി നിങ്ങൾ ലൈഫിൽ ഒരു വട്ടമെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. തിരിച്ചു വന്നപ്പോഴത്തേക്കും ഒരു സ്ഥലത്ത് പിന്നെയും മണ്ണ് ഇടിഞ്ഞിട്ട് ഒരു ബ്ലോക്ക് ഉണ്ടായതാണ് നിങ്ങളീ കാണുന്നത്. അത് അവർ കുറച്ച് നേരം ക്ലിയർ ചെയ്യും. അതിനുവേണ്ടി ഞങ്ങൾ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, മണാലി നിങ്ങൾ ലൈഫിൽ ഒരു വട്ടമെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. അടുത്ത ദിവസം ഞാൻ
ബൈക്ക് കൊടുത്തിട്ട് ഞാൻ മണാലിയിൽ നിന്ന് ഷിംലയിലേക്ക് ബസ്സിന് ഇവിടുത്തെ ഒരു പ്രൈവറ്റ് ബസ്സിന് ലോക്കലായിട്ടുള്ളൊരു ബസ്സിൽ ഞാൻ ട്രാവൽ ചെയ്യുന്ന വീഡിയോ ആണ് അടുത്തതായിട്ട് വരിക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണാനായിട്ട് ദയവായി ബെല്ലൈക്കൺ അമർത്തുക, എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഹാവ് യു ബീൻ ഹിയർ.